ഉത്തരകാണ്ഡം 1-ാം അധ്യായം. വൃത്തം കേക. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമപാദഭക്തി കൊണ്ടു ശുദ്ധാത്മാവായ ശാരിക പൈതലേ നീ ചൊല്ലിടോ. രാമായണം ചൊല്ലുവനെങ്കിൽ കേട്ടുകൊള്ളുവീനെല്ലാവരും. നല്ല സൽക്കഥ ഇതു കല്യാണപ്രദമല്ലോ. ഉത്തര രാമായണം വാൽമീകി മുനി പ്രോക്തം ഉത്തമോത്തമാമിതം മുക്തിസാധനം പരം. രാവണ്യാദ്യഖിലരക്ഷോ ഗണവധം ചെയ്തു ദേവകളാലും അഭിപൂജിതനായ രാമൻ ദേവിയുമനുജനും വാനരപ്പടയുമായി സേവകജനവുമായി പുഷ്പകം കരയേറി വേഗമോടയോധ്യ പുക്കഭിഷേകവും ചെയ്തു. ലോകങ്ങൾ 14 പാലിച്ചു വാഴും കാലം നാനാദേശങ്ങൾ തോറും വാണിയിടും മുനിജനം മാനവവീരൻ തന്നെ കാൺമാനായി വന്നാരല്ലോ. വാസവദിക്കിൽ നിന്നും വന്നിതു കണ്വാദികൾ കൗശികാഗസ്ത്യാദികൾ. ദക്ഷിണദിക്കിൽ നിന്നും പശ്ചിമദിക്കിൽ നിന്നും വന്നിതു ദൗമ്യാദികൾ. വിശ്വാമിത്രനും ജമദഗ്നിയും ഗൗതമനും അത്രി കാശ്യപൻ ഭരദ്വാജനും വസിഷ്ഠനും. ഉത്തരദിക്കിൽ നിന്നും വന്നിതൊന്നിച്ചു തന്നെ ദ്വാരകപാലകനോട് കുംഭസംഭവൻ ചൊന്നാൻ. നാരണരായ ഞങ്ങൾ വന്നതങ്ങറിയിച്ചു. നേരത്തു വന്നിടു നീ എന്നതു കേട്ട നേരം ദ്വാരപാലനും നരവീരനോടുണർത്തിച്ചാൻ. ഗോപുരദോരത്തിങ്കൽ പാർത്തു നിന്നരുളുന്ന താപസപ്രവരന്മാരാമഗസ്ത്യാദിജനം. പൗരവന്മാരോടുമതു കേട്ടു രാഘവൻ ചെന്നു പാരാതെ കൂട്ടിക്കൊണ്ടു പോന്നു തൽസഭാതലേ. ആസനപാദ്യാർഘ്യാദി കൊണ്ടു പൂജിച്ചു വന്നിച്ചാദരപൂർവം മുനീന്ദ്രാജ്ഞയായതാസുഖം. പാർത്ഥിവോത്തമൻ പരമാസനം പുക്കശേഷമാസ്തയാ മുനിവർഗത്തോടരുൾ ചെയ്തിടിനാൻ. സൗഖ്യമോ നിങ്ങൾക്കെല്ലാം എന്നതു കേട്ടു ലോക ശ്ലാഘ്യന്മാരായ മുനിശ്രേഷ്ഠന്മാരരുൾ ചെയ്തു. രക്ഷോജാതികളെയും വധിച്ചു ലോകത്രയം രക്ഷിച്ചു സീതാദേവി തന്നോടും കൂടെ ഭവാൻ. സൗഖ്യമായി വാഴുന്നതു കാൺകയിൽ ഞങ്ങൾക്കുണ്ടോ സൗഖ്യം മറ്റിതിൽ പരം മാനവശിഖാമണേ. പിന്നെ നീ ദശാസ്യനെ കൊന്നതു കൊണ്ടു ലോകം നന്നെന്നു പുകഴ്ത്തുന്നതജ്ഞാനമത്രേ. സർവലോകവും ജയിക്കാമല്ലോ ഭവാനിഹ. കേവലം ദശാസ്യനെ കൊന്നതെന്തൊരു ചിത്രം. രക്ഷോ നായകസുതനാകിയ രാവണിയെ ലക്ഷ്മണൻ കൊല ചെയ്തതോർക്കിലെത്രയും ചിത്രം. കുംഭസംഭവനിത്തമരുളി ചെയ്ത നേരം അംബോജാക്ഷനും ചിരിച്ചപ്പോഴേ ചോദ്യം ചെയ്താൻ. രാവണൻ ജഗത്രയ കണ്ട കനവിലും രാവണി തന്നെ പ്രശംസിപ്പതിനെന്തു മൂലം. ഊക്കേറും ദശാനന പുത്ര വിക്രമമെല്ലാം കേൾക്കണമരുളി ചെയ്തിടാമെന്നാകിലിപ്പോൾ. രാക്ഷസകുലോൽപത്തി എന്നതു കേട്ട നേരം അഗസ്ത്യനരുൾ ചെയ്തു. മന്നവ കേട്ടുകൊള്ളുക രാവണ വൃത്താന്തങ്ങൾ. രാവണനുടെ തപോബലവും ശൗര്യങ്ങളും പൂർവരാക്ഷസകുലോൽപത്തിയുമറിയിക്കാം. ബ്രഹ്മനന്ദനായ പുലസ്ത്യ തപോധനൻ നിർമ്മലൻ മഹാമേരു തന്നെ പാർശ്വത്തിങ്കൽ ചെന്നുടൻ തൃണബിന്ദു തന്നെ ആശ്രമത്തിലന്നൂനമായ തപോനിഷ്ഠയാ വാഴും കാലം. തത്ര ചെന്നീടും ചില കന്യകാജനങ്ങളും ചിത്തകൗതുകത്തോടും കളിപ്പാൻ പലരുമായി. നിത്യവും കണ്ടു പുലസ്ത്യ തപോധനനുൾത്താരിലോർത്താനിതമെത്രയും ഉപദ്രവം.
കന്യകാജനമിനിവിടെ വരുന്നാകിൽ അന്നേയുണ്ടാകാ ഗർഭമെന്നൊരു ശാപം ചെയ്താൻ. പിറ്റേനാൾ കന്യകമാർ ചെന്നീല കളിപ്പാനായി മുറ്റുമത്തബോധനൻ തന്നെ ശാപഭയാൽ. അക്കഥയേതുമറിയാതെ പോയി ചെന്നിടിനാൾ മുഖ്യനാം തൃണബിന്ദു ഭൂപതിയുടെ മകൾ. തന്നെ സഖികളെ അന്വേഷിച്ചങ്ങോടിങ്ങോട്ടന്യനാരികളെ കാണാഞ്ഞവൾ പോയാളല്ലോ. ഗർഭവുമുണ്ടായി വന്നിതപ്പോഴതതുമൂലം ഉൾപ്പേടിയോടും കൂടെ താതസന്നിധൗ ചെന്നാൾ. പുത്രിതൻ വൃത്താന്തങ്ങൾ അറിഞ്ഞു തൃണബിന്ദു സത്വരം ചെന്നു പുലസ്ത്യാശ്രമേ മകളുമായി. ലോകേശാത്മജപദം വന്നിച്ചു നരേന്ദ്രനുമാകാംക്ഷയോടു ചോദിച്ചിടിനാൻ മനോഗതം. നിന്തിരുവടിയുടെ ശാപം കൊണ്ടുണ്ടായൊരു സന്താപം തീർപ്പാനിനി മമ പുത്രിയെ യഥാവിധി നിന്തിരുവടി തന്നെ കൈക്കൊള്ളുന്നതേ വരൂ. അങ്ങനെ തന്നെയെന്നു പുലസ്ത്യമുനീന്ദ്രനു മങ്കനാരത്നത്തെയും കൈക്കൊണ്ടാൻ വഴി പോലെ. വേദവിശ്രവണേന ഗർഭമുണ്ടായ മൂലം ജാതനാം കുമാരനു വിശ്രവസ്സെന്നു നാമം. വൈശ്രവണന്റെ ഉത്ഭവം. അക്കാലം ഭരദ്വാജൻ തന്നെ പുത്രി തന്നെ വിഖ്യാത ഗുണവാനാം വിശ്രവസ്സിനു നൽകി. വിശ്രവസ്സിനു സുതനായവൾ പെറ്റുണ്ടായി വിശ്രുത കീർത്തിയോടെ വൈശ്രവണനു മന്നാൾ. ദിവ്യവത്സരം 49,000 തപസ്സു ചെയ്താൻ നിരാഹാരനായേ. ദിക്പാലത്വവും നിരീശത്വവും കൊടുത്തിതു പുഷ്പക വിമാനവും അക്കാലം വിധാതാവും. വരവും വിമാനവും വാങ്ങി വൈശ്രവണനും ത്വരിതം ജനകനെ ചെന്നു കൈവണങ്ങിനാൻ. നന്ദനാഭ്യുദയങ്ങൾ കണ്ടു വിശ്രവസ്സുമായി ആനന്ദമുൾക്കൊണ്ടു ഗാഢാശ്ലേഷവും ചെയ്തിടിനാൻ. അന്നേരം പിതാവിനോടർത്ഥിച്ചാൻ കുമാരനോ മിന്നെനിക്കിരിപ്പം എവിടെ സുഖമുള്ളൂ. നിന്തിരുവടിയരുൾ ചെയ്യണമെന്നു കേട്ടു ചിന്തിച്ചു പറഞ്ഞിതു വിശ്രവസതു നേരം. വിശ്വകർമാവോ നിർമ്മിച്ചിടിനാനല്ലോ പുര വിശ്വവിസ്മയകരമാകിയ ലങ്കാപുരം. ദക്ഷിണാബ്ദിയിൽ ത്രികൂടാചലോപരി തത്ര രക്ഷോവീരന്മാർക്കു വാണിടുവാൻ വിചിത്രമായി. യാതുദാനന്മാരെല്ലാം അവിടെ സുഖത്തോടെ ആദിവേർപ്പെട്ടു വസിച്ചിടിനാർ പല കാലം. ആതിഥേയന്മാരെ പീഡിപ്പിച്ചാരതോ മൂലം ആദിനാരായണനും അവരെ കൊല ചെയ്താൻ. ശേഷിച്ച നിശാചരർ പാതാളെ ചെന്നു പോക്കാർ. ദോഷത്തെ നീക്കി തത്ര വസിക്കാം നിനക്കിപ്പോൾ എന്നതു കേട്ടു താതൻ തന്നെയും വണങ്ങിപ്പോയി ചെന്നതി വിചിത്രമായി നിർമ്മിച്ച രാജധാനി. തന്നിലമ്മാറു സുഖിച്ചിരുന്നു വൈശ്രവണൻ മന്നവ കേട്ടാലുമെന്നഗസ്ത്യനരുൾ ചെയ്തു. രാമചന്ദ്രനും അപ്പോൾ തൊഴുതു ചോദ്യം ചെയ്താൻ മാമുനി പ്രവരനാം അഗസ്ത്യനോടു മുതാ. പുലസ്ത്യ കുലോത്ഭവന്മാർ നിശാചരരെന്നു പലർക്കും മതമതേ കേട്ടിട്ടുള്ളിതു ഞാനും. രാക്ഷസരഥിൻ മുമ്പേയുണ്ടായ പ്രകാരവും സൗഖ്യം പൂണ്ടവരെല്ലാം ലങ്കയിൽ വാണവാറും. സാക്ഷാൽ ശ്രീനാരായണനവരെ വധിച്ചതോ ആഖ്യാനം ചെയ്തിടണമെന്നോടു തപോനിധേ.